മോർണിംഗ് എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. എനിക്കിപ്പോൾ എക്സാംസ് ആണ്, സ്റ്റഡി ലീവിനെങ്കിൽ ഞാൻ നാട്ടിൽ വന്നതാണ്. ഇത് എൻ്റെ 3rd സെമസ്റ്റർ കേട്ടോ. ഇനി ഇത് പാസ്സായാൽ എൻ്റെ ലൈഫിൽ എന്താ പറയുക, എക്സാംസ് എറ ഇസ് ഗോയിങ് ടു കംപ്ലീറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനിപ്പം വീട്ടിലാണുള്ളത്. അപ്പം ഞാൻ എണീറ്റപ്പം ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, 11 മണിയായി. അപ്പം ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, കമോൺ. ആസ് യു ക്യാൻ സി, എൻ്റെ സ്കിൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഐ ഹാവ് ഡാർക്ക് സർക്കിൾസ്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്, പിന്നെ കുറച്ച് കുരു വന്നു പോയ സ്പോട്ട്സും ഒക്കെ ഉണ്ട്, പിന്നെ പിഗ്മെൻറ്റഡ് ലിപ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനിപ്പം എൻ്റെ സ്കിൻ കെയർ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 years ഒക്കെ ആയിട്ടുണ്ടാവും. ലൈക്ക് ഒരുപാട് ചേഞ്ചസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ വരത്തില്ല. നമ്മളിതൊക്കെ യൂസ് ചെയ്തെന്ന് വെച്ചാലും പയ്യെ ഒക്കെ വരത്തുള്ളൂ. പക്ഷേ എനിക്ക് കുറേ ചേഞ്ചസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് സ്കിൻ കെയർ ഈസ് ദ വൺ തിങ് ദാറ്റ് മേക്സ് മീ ഹാപ്പി. യാ, സോ ഐ ലവ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് നൂൽപുട്ട് ആൻഡ് കടലക്കറി ആണിന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ പൊതുവേ പറഞ്ഞില്ലേ, ഞാൻ കിച്ചണിൽ ഇരുന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി മൊമെൻറ്റ്സ് എന്താണെന്നറിയോ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം എനിക്ക് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ചോറ് ഫാൻ അല്ല. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാറില്ല. പക്ഷെ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ വന്നാൽ കഴിക്കാൻ ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ആണ്. അമ്മയാണെങ്കിൽ കുറേ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തരും. നൂൽപുട്ട്, കടലക്കറി, മസാല ദോശ, പത്തിരി. ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് നോക്കുന്നുണ്ട് എന്നെ. അമ്മ ചോറൊക്കെ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. പണ്ട് ഞാൻ സ്കൂളിൽ എൻ്റെ വീട്ടിലത്തെ ഫുഡ് കൊണ്ടുപോകുമ്പം എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ക്രിസ്ത്യൻ പിള്ളേരായിരുന്നു. അപ്പം അവരുടെ വീട്ടിൽ, എൻ്റെ ഇവിടെയൊക്കെ അങ്ങനെയാട്ടോ, എനിക്കറിയത്തില്ല ബാക്കി. അപ്പോൾ അവരുടെ വീട്ടിലങ്ങനെ വലുതായിട്ട് കുറേ ടൈപ്പ് ഓഫ് കറികളൊന്നും ഉണ്ടാക്കത്തില്ല ലഞ്ചിനൊന്നും. അപ്പോൾ ഒരു തോരനും ഒരു ചമ്മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ എൻ്റെ കറികളൊക്കെ കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ക്രിസ്ത്യൻസ് അങ്ങനെ പത്തിരി അങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ. അപ്പം നമ്മളതൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഫുഡ് ക്ലാസ്സിൽ കൊണ്ടുപോയാൽ അടിയായിരുന്നു. ലാസ്റ്റ് എനിക്കൊന്നും തന്നെ ഉണ്ടാവില്ല. അതൊക്കെ രസം. പഠിക്കുകയാണോ സോനെ? പിന്നെ ഏതാ പഠിക്കുന്നേ? നമ്പർ ഒന്നും കാണിക്കല്ലേ, സൈക്കോളജിസ്റ്റ് അല്ലല്ലോ. പ്രിപ്പറേഷനിലാണ്. ഇന്ന് എന്തൊക്കെയാണ് ലഞ്ചിന് സ്പെഷ്യൽ? മമ്മി കൂർക്ക, ഐ ലവ് കൂർക്ക. പിന്നെന്താ ഉള്ളത്? രസം. വാവ്, ദാറ്റ്സ് എ പെർഫെക്റ്റ് കോമ്പിനേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്കയും രസം കൂടെ. മമ്മി സ്മൈൽ. മമ്മി ലുക്സ് സോ ബ്യൂട്ടിഫുൾ ടുഡേ ആൻഡ് ഓൾവേസ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഞാനപ്പോൾ പോയിട്ട് പഠിക്കട്ടെ. പക്ഷെ അതിന് മുമ്പ് ഞാൻ സുട്ടുമോനെ കുറച്ചൊന്ന് എടുക്കട്ടെ. അതിനൊരു 5 മിനിറ്റ് എടുത്തിട്ട് പഠിക്കാൻ പോവാം. ഓക്കെ ഗൈസ്, കമോൺ, നമുക്ക് സുട്ടുമോൻ എടുക്കാൻ പോവാം.
താറ എത്ത് ഞാൻ അമലൻ്റെ പാട്ട് കാണിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അമ്മയ്ക്കൊരു ഉമ്മ വരുമോ? ഇല്ല, ഉമ്മ എന്തായിട്ടില്ല, ഉമ്മ ചോദിക്കരുത്. ഓ ആ തിന്നു കേട്ടോ, തിന്നാച്ചിട്ട് കുട്ടിയുടെ കൈമൊരു കളറാകടി. അമ്മയ്ക്കൊരു ഉമ്മ. പേടിപ്പിക്കരുത്. ഓ ഒരു ഉമ്മ ചോദിച്ചാൽ എന്നാ സുട്ടുമാൻ ഇത് തിന്നോ? മൈൻഡ് പോലുമില്ല ഒന്ന്. അങ്ങനെയാ അങ്ങനെ പൊട്ടിക്കും എപ്പോഴും എന്തൊരു സാധനം കിട്ടിയാലും അങ്ങനെ പണ്ടോട്ടേ പൊട്ടിക്കണം. അങ്ങനെയാ അതെൻ്റെ എൻ്റെ സ്വന്തം മോട്ടിവേഷനാണ് ഗൈസ്. അങ്ങനെ ഗൈസ്, ഇത്രയും നേരമായിട്ട് ഞാൻ ഒരു മൊഡ്യൂൾ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ആ മൊഡ്യൂൾ ഭയങ്കര വലുതാണ്. സൈബർ ഫോറൻസിക്സ് എന്തായാലും തീർക്കണം. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം, ലഞ്ച് കഴിക്കാം. അപ്പോൾ കുറേ നേരമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അനിയത്തി എനിക്ക് തോന്നുന്നു എന്തോ റീൽസ് എടുക്കുന്നതിൻ്റെ പ്രാക്ടീസിലാണ്. നമുക്കൊന്ന് പോയി നോക്കാം. What did you just said? ആറ് നൂൽപ്പുട്ടോ? അപ്പം എനിക്ക് ഞാൻ എന്തൊക്കെ തിന്നാ? യു ഈറ്റ് ചോറ്. എനിക്ക് നൂൽപ്പുട്ടോ എണ്ണം പോലും വെച്ചില്ലല്ലേ? ബൈ. What do you want? Just We have രസം. ഞാൻ കുറേ കാലത്തിന് ശേഷം രസം കൂട്ടുന്നത്. Yes, nice. Then we have kurka, my favorite. Kurka. എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ, കുറച്ച് രാവിലത്തെ കടലക്കറി കൂടിയുണ്ട്, അതും കൂടെ. ഓക്കെ, ഹാപ്പി ലഞ്ച്. നോർമലി ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും കണ്ടിട്ടാണല്ലോ കഴിക്കില്ല, പക്ഷേ ടുഡേ ഐ തോട്ട് ടു സിറ്റ് വിത്ത് അമ്മ. ഞാൻ അങ്ങനെ ഞാൻ കുറച്ച് റീൽസും സാധനങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിപ്പോയി. അങ്ങനെ അതാ വൈകുന്നേരമായി. അപ്പോൾ അമ്മ ഇപ്പോൾ കുടുംബശ്രീക്ക് പോയി വന്നപ്പോൾ ചായക്കടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പം വേറൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നൊരു പരിപാടിയിലായിപ്പോയി. സോ കടി തിന്നാൻ വരാത്തതിൻ്റെ ദേഷ്യത്തിലാണ് അമ്മ. അപ്പം എന്താ കടിയുള്ളത് നോക്കട്ടെ. അമ്മ കടി എവിടെ? ലൈറ്റ് ഇട്ടുകൊണ്ട് കാണും. കടി മുളക് വട, ദെൻ ഹാഫ് പഴംപൊരി. വേണ്ട, സാധാരണ പോലെ പൊരിച്ചാൽ മതി. ഞാനങ്ങനെ അമ്മേനോട് വാരിത്തരാനൊന്നും പറയലില്ല, പക്ഷെ ഇത്തവണ എന്താണെന്നറിയില്ല, ടി വി കാണാൻ വേണ്ടി വന്നപ്പോൾ അമ്മ വന്നിട്ട് വാരിത്തന്നു. പക്ഷെ അമ്മ ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് പോയി കളഞ്ഞു, ഫോണെന്തോ വന്നപ്പോൾ. പിന്നെ ഒന്നുകൂടെ വന്നിട്ട് വാരിത്തന്നു.
ആ കോളിഫ്ലവറിന്റെ ഭാഗമൊക്കെ തരൂല. അവളുള്ളത് മുഴുവൻ തിന്നിട്ട് ഉണ്ട്. നമ്മളതേ താമരശ്ശേരി എത്തി. അമ്മയ്ക്കൊരു പുതിയ ഫോൺ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിനി ഇവിടുന്ന് താമരശ്ശേരി അമ്മേൻ്റെ കൂടെ ഇതൊക്കെ നോക്കിയിട്ട് വേണം കോഴിക്കോടേക്ക് പോകാൻ. 1:30ക്കാണ് ട്രെയിൻ. ഹായ് മമ്മി. സോന അവിടെ പോയി. സോന കൂടുതലും ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഞാൻ മൈജി തന്നെയാണ് പോകാറ്. എൻ്റെ മുമ്പത്തെ ഫോണും ഞാൻ മൈജിയിൽ നിന്നാണ് എടുത്തത്. അപ്പം മൈജിയിലെത്തി അമ്മയ്ക്ക് ഫോൺ നോക്കി കുറേ നേരം അതിൻ്റെ EMI കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മളിങ്ങനെ നടക്കായിരുന്നു. അപ്പം ഞാൻ എയർ ഫ്രയർ കണ്ടു. എനിക്ക് എയർ ഫ്രയർ വാങ്ങിക്കണം എന്നുണ്ട്. നോക്കട്ടെ വാങ്ങിക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ ഫോൺ വാങ്ങി അമ്മ ഹാപ്പിയായി. അപ്പോഴത്തേക്ക് എനിക്ക് പോകാനുള്ള ടൈമായി. എനിക്ക് ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അമ്മ ഒന്ന് ചായ കുടിക്കാനോ ജ്യൂസ് കുടിക്കാനോ കയറാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള സമയമില്ല. എനിക്ക് ട്രെയിൻ 1:30ക്കാണ്. അപ്പം നമുക്ക് വേഗം കാലിക്കറ്റിലോട്ട് പോവാം. അപ്പം ഞാൻ മുമ്പ് ഓൾറെഡി ഇങ്ങോട്ടേക്ക് വരുമ്പോഴൊക്കെ ഞാൻ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൽ നിന്ന് ബീഫ് ബിരിയാണി കഴിച്ചിട്ടാണ് വന്നത്. എനിക്ക് ഇന്ന് അങ്ങോട്ട് പോകുമ്പോഴും എനിക്ക് കൊച്ചിയിലോട്ട് പോകല്ലേ, ഇനിയിപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമത്തിൽ എഗെയിൻ ഞാൻ നേരെ ബീഫ് ബിരിയാണി പാർസൽ വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത്. കാരണം എനിക്ക് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ ലേറ്റ് ആവും. മുമ്പത്തെ ഷോർട്സിൽ ഞാൻ ഓൾറെഡി ഈ ബിരിയാണീനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാലും നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കണം. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ഞാൻ പൊതുവേ മന്തിയുടെ ആളാണ് കൂടുതലും. പക്ഷേ എനിക്ക് സംടൈംസ് എനിക്കിങ്ങനെ ബിരിയാണി ക്രേവിങ്സ് വരാറുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി. അപ്പോൾ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബിരിയാണിയാണ് ഇവിടുത്തെ ബീഫ് ബിരിയാണി ആൻഡ് റഹ്മത്തിലെ ബീഫ് റോസ്റ്റ് ബിരിയാണി. ഇത് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ട്രൈ നോക്കൂ. ഞാൻ വീട്ടിൽ നിന്ന് ടാറ്റ പറഞ്ഞത് കൊച്ചിയിലെത്തി. മറ്റന്നാൾ എക്സാംസ് ആണ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള അന്നത്തെ വ്ളോഗ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം